നമസ്കാരം. ഇന്ത്യൻ കരസേനയുടെ യുദ്ധതന്ത്രങ്ങളിലും ഘടനയിലും ചരിത്രപരമായ ഒരു മാറ്റത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുകയാണ്. അതിവേഗത്തിലുള്ള സൈനിക വിന്യാസവും ശത്രുക്കൾക്കെതിരെയുള്ള ദ്രുതഗതിയിലുള്ള ആക്രമണങ്ങളും ലക്ഷ്യമിട്ട് രൂപീകരിച്ച ആദ്യ ഇൻ്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പുകൾ അടുത്ത മാസം മുതൽ ഔദ്യോഗികമായി പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പരമ്പരാഗത സൈനിക ശൈലിയിൽ നിന്ന് മാറി സ്വയം പര്യാപ്തതയും ചടുലതയും കൈമുതലായുള്ള ഈ ചെറിയ യുദ്ധവിഭാഗങ്ങൾ ഇന്ത്യൻ അതിർത്തികളിൽ, പ്രത്യേകിച്ച് ചൈനയുമായും പാകിസ്ഥാനുമായുള്ള പർവ്വത പ്രദേശങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിന് വൻ മേധാവിത്വം നൽകും. മുൻകാലങ്ങളിൽ ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ വലിയ സൈനിക വ്യൂഹങ്ങളെ സജ്ജമാക്കാനും അവരെ അതിർത്തിയിലേക്ക് എത്തിക്കാനും ദിവസങ്ങളോളം സമയമെടുക്കുമായിരുന്നു. ഈ കാലതാമസം പൂർണ്ണമായും ഒഴിവാക്കി ഏത് നിമിഷവും ആഞ്ഞടിക്കാൻ തക്കവണ്ണം എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയുള്ള ഒരു സ്ഥിര സംവിധാനമായിട്ടാണ് ഇൻ്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പുകൾ അഥവാ IBGകൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഒരു മാസത്തിനകം ഇവ യാഥാർത്ഥ്യമാകുമെന്ന വാർത്ത ദേശീയ മാധ്യമങ്ങളാണ് പുറത്തുവിട്ടത്. ഒരു യുദ്ധമുണ്ടായാൽ സാധാരണയായി ഇൻഫൻട്രി, ആർട്ടിലറി, എഞ്ചിനീയറിംഗ് വിഭാഗം, വിതരണ ശൃംഖല അഥവാ ലോജിസ്റ്റിക്സ് തുടങ്ങിയ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള സൈനികരെയും ആയുധങ്ങളെയും ഒരുമിച്ച് കൂട്ടി ഒരു പുതിയ ഫോർമേഷൻ ഉണ്ടാക്കുകയാണ് പതിവ്. ഈ പ്രക്രിയയ്ക്ക് വലിയ സമയമെടുക്കുമെന്നത് ആധുനിക യുദ്ധങ്ങളിൽ ഒരു വലിയ പോരായ്മയാണ്. എന്നാൽ ഇൻ്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പുകൾ ഈ താമസം പൂർണ്ണമായും ഇല്ലാതാക്കും. ഒരു ബ്രിഗേഡിൻ്റെ വലിപ്പമുള്ള ഓരോ IBGയിലും ഏകദേശം 5000-ഓളം സൈനികരുണ്ടാകും. 12-13 വ്യത്യസ്ത സൈനിക യൂണിറ്റുകളെ സ്ഥിരമായി ഒരൊറ്റ കമാൻഡിന് കീഴിൽ കൊണ്ടുവരുന്ന രീതിയാണിത്. അതുകൊണ്ട് തന്നെ മറ്റ് ആസ്ഥാനങ്ങളിൽ നിന്നുള്ള സഹായത്തിന് കാത്തു നിൽക്കാതെ തികച്ചും സ്വതന്ത്രമായി ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ ഈ ഗ്രൂപ്പുകൾക്ക് സാധിക്കും. ഇതിൽ മുൻനിര പോരാട്ടത്തിനുള്ള ഇൻഫൻട്രി ബറ്റാലിയനുകൾ, വെടിവെപ്പ് പിന്തുണയ്ക്കുള്ള പീരങ്കിപ്പട, പാലങ്ങൾ നിർമ്മിക്കാനും തടസ്സങ്ങൾ നീക്കാനുമുള്ള കോമ്പാക്ട് എഞ്ചിനീയർമാർ, വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള EME വിഭാഗം, ഭക്ഷണവും ഇന്ധനവും എത്തിക്കാനുള്ള ASC വിഭാഗം, കൂടാതെ താൽക്കാലിക ഫീൽഡ് ആശുപത്രികൾ ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംഘം എന്നിവയെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ അണിനിരക്കും. എല്ലാ അതിർത്തികളിലും ഒരേ മാതൃക പിന്തുടരുന്നതിന് പകരം ഭീഷണി, ഭൂപ്രകൃതി, ദൗത്യം എന്നിവയ്ക്ക് അനുസൃതമായിട്ടായിരിക്കും ഓരോ IBGകളും രൂപകൽപ്പന ചെയ്യുക. അതുകൊണ്ട് തന്നെ ഒരു IBG പോലെ ആയിരിക്കില്ല മറ്റൊന്ന്. ഉദാഹരണത്തിന്, ചൈനീസ് അതിർത്തിയിലെ ദുർഘടമായ പർവ്വത മേഖലകളിൽ വിന്യസിക്കുന്ന IBGകൾക്ക് ഭാരം കുറഞ്ഞ ആയുധങ്ങളും ഉയർന്ന മലനിരകളിൽ അതിവേഗം സഞ്ചരിക്കാൻ സഹായിക്കുന്ന വിന്യാസ രീതികളുമായിരിക്കും നൽകുക. ഒരു മേജർ ജനറൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും ഇതിൻ്റെ കമാൻഡർ. ഒരു ബ്രിഗേഡിയർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ചീഫ് ഓപ്പറേഷൻസ് ഓഫീസറായും പ്രവർത്തിക്കും. ഉയർന്ന ആസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉത്തരവുകൾക്കായി കാത്തു നിൽക്കാതെ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ ഇവർക്ക് കൂടുതൽ സ്വയംഭരണാധികാരം ഉണ്ടായിരിക്കും. IBGകൾക്ക് പുറമേ കരസേനയുടെ പ്രഹാരശേഷി വർദ്ധിപ്പിക്കുന്നതിനായി മറ്റു ചില സവിശേഷമായ ചെറു ഫോർമേഷനുകളും പ്രതിരോധ രംഗത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഏകദേശം 250ഓളം സൈനികർ മാത്രമുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഭൈരവ് ബറ്റാലിയനുകൾ. സാധാരണ ഘാതക് പ്ലാറ്റൂണുകൾക്കും പാരാ സ്പെഷ്യൽ ഫോഴ്സിനും മധ്യേയുള്ള ഒരു ഇടക്കാല സൈന്യമായിട്ടാണ് ഇതിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിർത്തി കടന്നുള്ള മിന്നലാക്രമണങ്ങൾ, കൃത്യതയാർന്ന ദൗത്യങ്ങൾ, ഹൈബ്രിഡ് യുദ്ധമുറകൾ എന്നിവയ്ക്കായി ഇവരെ പെട്ടെന്ന് വിന്യസിക്കാൻ സാധിക്കും. മറ്റൊന്ന്, ഇൻഫൻട്രി, പീരങ്കി, കവചിത വാഹനങ്ങൾ എന്നിവയെ സമന്വയിപ്പിച്ച് ബ്രിഗേഡിയറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന രുദ്ര ബ്രിഗേഡുകളാണ്. ഇവ IBGകളെക്കാൾ ചെറുതും ചടുലവുമാണെങ്കിലും തന്ത്രപരമായ വലിയ ആവശ്യങ്ങൾക്ക് തങ്ങളുടെ പാരന്റ് ഡിവിഷനുകളെ ആശ്രയിക്കുന്നവയാണ്. ദീർഘദൂര കൃത്യതയാർന്ന ആധുനിക പീരങ്കി സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന ദിവ്യാസ്ത്ര ബാറ്ററികൾ കഠിനമായ ഭൂപ്രകൃതികളിൽ ശത്രു കേന്ദ്രങ്ങളിൽ ആഴത്തിൽ പ്രഹരമേൽപ്പിക്കാൻ സഹായിക്കും. കൂടാതെ ശത്രുക്കളുടെ പ്രതിരോധ നിരകളെ തകർത്ത് തരിപ്പണമാക്കാൻ തക്കവണ്ണം അതിവേഗത്തിലുള്ള വലിയ ആയുധബലം ഉപയോഗിക്കുന്ന ശക്തിബാൻ യൂണിറ്റുകളും ഈ പുതിയ ഘടനയുടെ ഭാഗമാണ്. ഇന്ത്യൻ കരസേനയെ കൂടുതൽ കാര്യക്ഷമവും ചെലവ് കുറഞ്ഞതുമാക്കാൻ ലക്ഷ്യമിട്ട് മുൻ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്ത് നടത്തിയ പഠനങ്ങളിൽ നിന്നാണ് IBG എന്ന ആശയം രൂപപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കരസേനയെ ആധുനിക യുദ്ധങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഒരേ സമയത്തുള്ള വെല്ലുവിളികളെ നേരിടാൻ ഇത്തരം ചെറിയ വേഗതയേറിയ ഗ്രൂപ്പുകൾ അത്യാവശ്യമാണെന്ന് അദ്ദേഹം പലപ്പോഴും അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. 7 വർഷത്തോളം നീണ്ട ചർച്ചകൾക്കും ആസൂത്രണങ്ങൾക്കും ശേഷമാണ് ഇപ്പോൾ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. 2021 ജനറൽ ബിപിൻ റാവത്തിൻ്റെ വിയോഗം സംഭവിച്ചുവെങ്കിലും അദ്ദേഹം പാകിയ അടിത്തറയിലാണ് ഈ പരിഷ്കാരങ്ങൾ മുന്നോട്ട് പോകുന്നത്. ലക്ഷക്കണക്കിന് സൈനികരുള്ള പരമ്പരാഗത കോപ്സ് അല്ലെങ്കിൽ ഡിവിഷനുകൾ യുദ്ധമുഖത്തേക്ക് പൂർണ്ണമായി വിന്യസിക്കാൻ വലിയ സമയമെടുക്കും. എന്നാൽ അതിർത്തിയിലെ അടിയന്തര സാഹചര്യങ്ങളിൽ വെറും 12 മുതൽ 48 മണിക്കൂറിനകം പ്രതികരിക്കാൻ IBGകൾക്ക് സാധിക്കും. കിഴക്കൻ മേഖലയിൽ നടത്തിയ ഹിംവിജയ് തുടങ്ങിയ സൈനിക അഭ്യാസങ്ങളിലൂടെ ഈ സംവിധാനത്തിൻ്റെ ഫലപ്രാപ്തി മുൻപ് വിജയകരമായി പരീക്ഷിച്ചിട്ടുള്ളതാണ്. നിലവിൽ ചൈനീസ് അതിർത്തിക്ക് കാവൽ നിൽക്കുന്ന പനഗഡ് ആസ്ഥാനമായുള്ള 17ാം മൗണ്ടൻ സ്ട്രൈക്ക് കോപ്സിൻ്റെ കീഴിലാണ് ആദ്യത്തെ IBGകൾ രൂപീകരിക്കുന്നത്. ഇതിൻ്റെ 2 ഡിവിഷനുകളിൽ നിന്നായി
4 IBGകളും കൂടാതെ ദിവ്യാസ്ത്ര ബാറ്ററികളും ഉൾപ്പെടുന്ന ഒരു ഫയർ സപ്പോർട്ട് ഗ്രൂപ്പും അടക്കം 5 ഘടകങ്ങളാകും ആദ്യഘട്ടത്തിൽ സജ്ജമാവുക. ഇവയോരോന്നും ഓരോ മേജർ ജനറൽമാരുടെ കീഴിലായിരിക്കും പ്രവർത്തിക്കുക. പരമ്പരാഗത സൈനിക ഘടനയെ പൂർണ്ണമായി ഇല്ലാതാക്കിയില്ലെങ്കിലും ഭാവിയിൽ അതിർത്തിയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും ശത്രുക്കളെ ഭയപ്പെടുത്തി നിർത്തുന്നതിലും ഇൻ്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പുകൾ ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമായി മാറും. അതിർത്തിയിലെ ഇന്ത്യൻ ഭൂപ്രദേശങ്ങളിലേക്ക് നിരന്തരം കടന്നുകയറാനും പ്രകോപനങ്ങൾ സൃഷ്ടിക്കാനും ശ്രമിക്കുന്ന ചൈനീസ് സൈന്യത്തിന് നേരിട്ട് നൽകുന്ന ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയായിരിക്കും ഈ രൂപീകരണം. ലഡാക്ക്, ദോക്ലാം, തവാങ് തുടങ്ങിയ മേഖലകളിൽ സമീപ വർഷങ്ങളിലുണ്ടായ ചൈനീസ് കടന്നുകയറ്റ ശ്രമങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പരമ്പരാഗതമായി അതിർത്തി സംരക്ഷണത്തിന് മുൻഗണന നൽകിയിരുന്ന സ്ഥാനത്ത് നിന്നും ശത്രുവിൻ്റെ പ്രകോപനങ്ങൾക്ക് അവരുടെ മണ്ണിൽ കയറി അതിവേഗം ശക്തമായ പ്രഹരമേൽപ്പിക്കുക എന്ന ആക്രമണാത്മകമായ പ്രതിരോധ ശൈലിയിലേക്കാണ് ഇന്ത്യ ഇപ്പോൾ ചുവട് മാറിയിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ് പനഗഡ് ആസ്ഥാനമായുള്ള 17ാം മൗണ്ടൻ സ്ട്രൈക്ക് കോർപ്സിന് കീഴിൽ സജ്ജമാകുന്ന ആദ്യ IBGകൾ. ചൈനീസ് അതിർത്തിയായ യഥാർത്ഥ നിയന്ത്രണ രേഖയുടെ മറുഭാഗത്ത് ചൈന കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് നടത്തിയിട്ടുള്ളത്. റോഡുകൾ, റെയിൽവേ ശൃംഖലകൾ, ഹെലിപ്പാഡുകൾ, സൈനിക താവളങ്ങൾ എന്നിവ അതിവേഗം നിർമ്മിച്ചതിലൂടെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ 10,000-കണക്കിന് സൈനികരെ അതിർത്തിയിലേക്ക് എത്തിക്കാനുള്ള ശേഷി ചൈന ഇതിനോടകം കൈവരിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ച് പർവ്വത മേഖലകളിലെ ദുർഘടമായ ഭൂപ്രകൃതിയും പരമ്പരാഗത സൈനിക വ്യൂഹങ്ങളുടെ ഭാരമേറിയ ഘടനയും കാരണം അതിവേഗത്തിലുള്ള സൈനിക വിന്യാസം വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഈ ഒരു തന്ത്രപരമായ പോരായ്മയാണ് IBGകൾ പൂർണ്ണമായും പരിഹരിക്കുന്നത്. 12 മുതൽ 48 മണിക്കൂറിനകം അതിർത്തിയിലെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വിന്യസിക്കുവാനും സ്വതന്ത്രമായി ആക്രമണം അഴിച്ചുവിടാനും സാധിക്കുന്ന IBGകൾ ചൈനയുടെ അതിവേഗ സൈനിക നീക്കങ്ങളുടെ മേൽക്കൈ ഇല്ലാതാക്കും. ലഡാക്ക് സംഘർഷത്തിന് ശേഷം ചൈന തങ്ങളുടെ അതിർത്തി കമാൻഡുകളെ പുനഃസംഘടിപ്പിച്ച് കൂടുതൽ ആധുനികവൽക്കരിച്ചിരുന്നു. ഇതിന് സമാനമായോ അതിനേക്കാൾ മികച്ച രീതിയിലോ ഉള്ള പ്രതിരോധ പ്രതികരണമാണ് ഇന്ത്യ ഇപ്പോൾ നടത്തുന്നത്. ചൈന നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഉയർന്ന മലനിരകളിലെ കഠിനമായ കാലാവസ്ഥയാണ്. ഈ ഉയർന്ന പ്രദേശങ്ങളിൽ വലിയ സൈനിക വിഭാഗങ്ങളെ ദീർഘകാലം നിലനിർത്തുന്നതും അവർക്ക് ആവശ്യമായ ആഹാരവും ഇന്ധനവും എത്തിക്കുന്നതും ചൈനയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഇന്ത്യ രൂപീകരിക്കുന്ന IBGകൾ വലിപ്പത്തിൽ ചെറുതും എന്നാൽ പീരങ്കിപ്പട, ഇൻഫൻട്രി, മെഡിക്കൽ, ലോജിസ്റ്റിക്സ് എന്നിവ ഒരൊറ്റ കമാൻഡിന് കീഴിൽ ഉള്ളതിനുമായതിനാൽ ഉയർന്ന മലനിരകളിൽ വളരെ എളുപ്പത്തിൽ ചടുലമായും ഇവയ്ക്ക് നീങ്ങാൻ സാധിക്കും. ഒരേ സമയം പ്രതിരോധിക്കാനും ഒപ്പം ശത്രുവിൻ്റെ താവളങ്ങളിലേക്ക് അതിവേഗം തുളച്ചുകയറി ആക്രമിക്കാനും ഈ ഗ്രൂപ്പുകൾക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട്. കൂടാതെ IBGകൾക്കൊപ്പം വിന്യസിക്കുന്ന ഭൈരവ് ബറ്റാലിയനുകളും ദിവ്യാസ്ത്ര ബാറ്ററികളും ചൈനയ്ക്ക് വലിയ തലവേദനയും സൃഷ്ടിക്കുക. അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെയും ദീർഘദൂര കൃത്യതയാർന്ന പീരങ്കികളുടെയും സഹായത്തോടെ ചൈനയുടെ വിതരണ ശൃംഖലകളെയും കമ്മ്യൂണിക്കേഷൻ ടവറുകളെയും യുദ്ധത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ തകർക്കാൻ ഇന്ത്യക്ക് ഇതിലൂടെ സാധിക്കും. ലഡാക്കിലോ അരുണാചൽ പ്രദേശിലോ ഇനിയൊരു കടന്നുകയറ്റത്തിന് ചൈന മുതിർന്നാൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ വൻ വ്യൂഹങ്ങൾ സജ്ജമായി വരുന്നതുവരെ കാത്തു നിൽക്കാതെ അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന IBGകൾക്ക് സ്വന്തം നിലയിൽ തന്നെ കനത്ത തിരിച്ചടി നൽകാൻ പൂർണ്ണമായ സ്വയംഭരണാധികാരവും നൽകിയിട്ടുണ്ട്. ഇത് ചൈനീസ് സൈന്യത്തിൻ്റെ ആത്മവിശ്വാസത്തെ വലിയ രീതിയിൽ തളർത്തുന്നതാണ്. ചുരുക്കത്തിൽ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യത്തെ ഒതുക്കാമെന്ന ചൈനയുടെ ധാർഷ്ട്യത്തിനുള്ള കൃത്യമായ മറുപടിയാണ് ഈ പുതിയ സൈനിക പരിഷ്കാരം. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള സംയമനത്തിൻ്റെ നാളുകൾ കഴിഞ്ഞുവെന്നും ഏത് പ്രകോപനത്തിനും അതിനേക്കാൾ വേഗത്തിലും ശക്തിയിലും തിരിച്ചടി നൽകുവാൻ ഇന്ത്യൻ കരസേന പൂർണ്ണ സജ്ജമാണ് എന്നുമുള്ള ശക്തമായ സന്ദേശമാണ് ഈ നീക്കത്തിലൂടെ ബെയ്ജിങ്ങിന് ലഭിക്കുന്നത്. ചൈനീസ് അതിർത്തിയിൽ തന്ത്രപരമായ മേധാവിത്വം ഉറപ്പാക്കാൻ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള യുദ്ധ സാഹചര്യങ്ങളെ പൂർണ്ണമായും ഇന്ത്യക്ക് അനുകൂലമാക്കാൻ ഇൻ്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പുകളുടെ ഈ ഔദ്യോഗിക വിന്യാസം വഴി സാധിക്കും. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമി ന്യൂസ്.